മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്നാണ് 2000-ൽ രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനായിട്ടായിരുന്നു മോഹൻലാൽ എത്തിയത്. തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാത്ത ദേവദൂതനെ കാലം തെറ്റിയിറങ്ങിയ മാസ്റ്റർപീസ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. മികച്ച താരനിര തന്നെ ഒന്നിച്ച ഈ സിനിമയിൽ ശരത് ദാസും ഒരു കഥാപാത്രമായി എത്തിയിരുന്നു. ദേവദൂതൻ അന്ന് സൂപ്പർ ഹിറ്റാകും എന്നായിരുന്നു താൻ വിചാരിച്ചിരുന്നതെന്ന് പറയുകയാണ് ശരത്. അതിന്റെ കാരണം മോഹൻലാലിന്റെ ഡെഡിക്കേഷൻ ആയിരുന്നു എന്നും താരം പറയുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശരത് ദാസ്. ആ സിനിമ സൂപ്പർ ഹിറ്റാകും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ലാലേട്ടൻ്റെ ഡെഡിക്കേഷൻ ആയിരുന്നു. ഞാൻ അന്ന് ആദ്യമായി ലൊക്കേഷനിൽ എത്തുമ്പോൾ കാണുന്നത് മെലിഞ്ഞ ലാലേട്ടനെയാണ്. നമ്മൾ നരസിംഹത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സിനിമകളിലോ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ലാലേട്ടനെ അല്ലല്ലോ. ശരിക്കും ഒരു ദേവൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ് അദ്ദേഹത്തെ ആദ്യമായി ലൊക്കേഷനിൽ കാണുന്നത്. അദ്ദേഹത്തിന് എന്തൊരു മാറ്റമാണെന്ന് ഞാനപ്പോൾ ചിന്തിച്ചു. അതിനുവേണ്ടി ലാലേട്ടന് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടാകും എന്നും ആലോചിച്ചു. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏകദേശം 1 മാസത്തോളം അദ്ദേഹം അതിനുവേണ്ടി തടി കുറയ്ക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു എന്നാണ്. കാരണം സിനിമയിൽ അദ്ദേഹത്തിന് 2 രീതിയിലുള്ള കഥാപാത്രമാണല്ലോ വരുന്നത്. വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, പിന്നെ പ്രസന്റിലെ ആ രൂപവുമുണ്ട്. സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷൻ വളരെ വലുതാണ്, ശരത് ദാസ് പറഞ്ഞു.